കൊച്ചി മെട്രോയുടെ ഇലക്ട്രിക് ബസ് സർവീസായ മെട്രോ കണക്ട് നിരത്തിലേക്ക് ഇറങ്ങി വിവിധ റൂട്ടുകളിലായി നടത്തിയ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കിയാണ് ഔദ്യോഗികമായ സർവീസ്. പൂർണ്ണമായും എയർ കണ്ടീഷനോട് കൂടി 5 കിലോമീറ്റർ യാത്രയ്ക്ക് 20 രൂപയാണ് മിനിമം ചാർജ്. റിപ്പോർട്ട് കാണും. ആലുവ എയർപോർട്ട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഹൈക്കോർട്ട് MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വള്ളോൻ റോഡ് സർക്കുലർ, കാക്കനാട് വാട്ടർ മെട്രോ, ഇൻഫോ പാർക്ക്, കിൻഫ്ര പാർക്ക്, കളക്ടറേറ്റ് എന്നീ റൂട്ടുകളിലാണ് തുടക്കത്തിലെ ബസ് സർവീസുകൾ. കൊച്ചിക്ക് അഭിമാന നിമിഷമാണിതെന്ന് മന്ത്രി P. രാജീവ്. നമ്മുടെ എത്ര റോഡ് വികസിച്ചാലും ഗതാഗത കുരുക്ക് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ പൊതുഗതാഗതത്തെ പരമാവധി നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയണം. കൊച്ചി നഗരവാസികൾക്ക് മാത്രമല്ല ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടണമെന്നും അതിന് ഇലക്ട്രിക് ബസ് സർവീസ് ഏറെ സഹായകമാകുമെന്നും ഹൈബിയുടെ MP. കുട്ടികൾ പഠിക്കുന്ന വലിയ കോളേജുകൾ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, ക്യാൻസർ സെൻറ്റർ, ഇവിടെ നിന്നെല്ലാം ഇൻഫോ പാർക്ക്, IT മേഖല, ഇവിടെ നിന്നെല്ലാമുള്ള ആളുകൾക്ക് സൗകര്യപൂർവ്വം മെട്രോയിലേക്ക് കണക്ടിവിറ്റി ഉണ്ടായാൽ ആളുകൾ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറക്കുന്നത് കുറയ്ക്കും. തുടക്കത്തിലെ സർവീസുകൾ പതിയെ പലയിടങ്ങളിലേക്ക് നീട്ടുമെന്നും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. 15 ബസ് എറണാകുളം സിറ്റിയിലെ അഡിക്വേറ്റ് അല്ല, എല്ലാവർക്കും അറിയാം. ഇനി ഒരു 15 ബസ്സുടെ പ്രപ്പോസൽ നമ്മുടെ ആക്ച്വലി റെഡിയാക്കിയിട്ടുണ്ടോ? ആലുവ എയർപോർട്ട് റൂട്ടിൽ 80 രൂപയും മറ്റ് റൂട്ടുകളിൽ 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് യാത്രാ നിരക്ക്. 33 സീറ്റുകളാണ് ബസ്സിലുള്ളത്. മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ USB പോർട്ട് ലഭ്യമാണ്. ഏറ്റവും സുഖകരമായ യാത്രയ്ക്ക് പരിസ്ഥിതിക്കിണങ്ങുന്ന കൊച്ചി മെട്രോയിലെ ഇതിന് സമാനമായ യാത്രാ സൗകര്യങ്ങളോടെയാണ് പുതിയ ബസ് സർവീസുകൾ. മിനിമം ചാർജ് 20 രൂപ. സുഖകരമായ യാത്ര. കൊച്ചിക്ക് ഒരു ചരിത്ര നിമിഷം കൂടി. ക്യാമറമാൻ സന്തോഷ് ചേകവർക്കൊപ്പം അൻമരിയ സണ്ണി, 24 കൊച്ചി. അപ്പം അങ്ങനെ ഓരോ യാത്രകൾ, പരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. കൊച്ചിയിൽ ശരിക്കും പറഞ്ഞാൽ എന്തെല്ലാം സാധ്യതകളാണ് അല്ലെ? ആ സാധ്യതകൾ ഓരോന്നും ഇപ്പൊ ജലഗതാഗതം, ജലപാത, അനുജ വാട്ടർ മെട്രോ ഇതുവരെ കയറിയിട്ടില്ല. കയറണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതിന്റെ ഒരു പ്രശ്നം, നമ്മളെ മറൈൻ ഡ്രൈവിൽ പോയി നിന്നാ വലിയ തിരക്കാ. പക്ഷെ നമ്മൾ കാക്കനാട് ഭാഗത്ത് നിന്നുണ്ട്. അവിടെ നിന്ന് കയറിയ സമാധാനമായിട്ട് കടമ്പ്രയാറിലൂടെ പോയിട്ട് അല്ലെങ്കിൽ ചെറിയ യാത്രയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അത് ശ്രീനിത കയറിയാ തീർച്ചയായിട്ടും അത് പരീക്ഷിക്കണം. കാരണം പണ്ടൊക്കെ നമ്മൾ ഈ ജലഗതാഗതമാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അതുപോലെയാണ് പുതിയ ഈ പരീക്ഷണം. ഈ മെട്രോ കണക്ട് അത് നിരത്തിലിറങ്ങിയിരിക്കുന്നു. വിവിധ റൂട്ടുകളിലായി നടത്തിയ പരീക്ഷണോട്ടം വിജയകരമായി പൂർത്തിയാക്കി എന്നാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാകട്ടെ, പലതരം പരീക്ഷണങ്ങൾ ഈ ഗതാഗത കുരുക്കുകൾ കുറയ്ക്കാനായിട്ട് ഗുണകരമാകട്ടെ. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ എന്തെല്ലാം കാഴ്ചകളാണ്, അത് കാണാനും ഉപകരിക്കട്ടെ. അതെ, കൊച്ചി അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിലൊരു മെട്രോ സിറ്റി ആയി തന്നെ മാറട്ടെ. ബസ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എയർ കണ്ടീഷനോട് കൂടിയിട്ടാണ് ബസ് ഉള്ളത്. മിനിമം ചാർജ് 20 രൂപയേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻമരിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പൊ ആൻമരിയെ കൂടി വന്നപ്പോൾ സോനയും ആൻമരിയും നമ്മൾ 3 പേരും 5 പേരായി 24ന്റെ പെൺപുലികൾ.